ഞാനിന്നിവിടെ പറയുന്ന വിഷയം നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒരു ചെറിയ പ്രശ്നമാണ്. ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂർ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ ചില എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെന്ന വ്യാജേന കുറേ ഗുണ്ടകളുമായിട്ട് ചെല്ലുകയും അവരെ ആക്രമിക്കുകയും അവരുടെ പണമൊക്കെ പിടിച്ചു മേടിക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു മേടിക്കുകയും ഒക്കെ ചെയ്തു. ഈ മൊബൈൽ ഫോൺ പിടിച്ചു മേടിച്ചതിന് ശേഷം പിന്നീട് അന്ന് തന്നെ അതിലൊരാൾ വീണ്ടും അവിടെ ചെന്നിട്ട് ഈ അതിഥി തൊഴിലാളികളുടെ ഒരു സ്ത്രീയെ മോശമായ ഉദ്ദേശത്തിൽ വിളിച്ചു. അപ്പോൾ ഒരു പോലീസുകാരാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവർ പോലീസിൽ അറിയിച്ചു. പോലീസുകാരന്വേഷിച്ചു, പോലീസുകാരങ്ങനെ വന്നിട്ടില്ല എന്ന് മനസ്സിലായി. ആ അന്വേഷണത്തിൽ ചില എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ സഹായികളായ ചില ഗുണ്ടകളും പോലീസ് കസ്റ്റഡിയിലാകാനിടയാക്കുക. ഇവിടെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വടക്കേ ഇന്ത്യക്കാരായ 2 എഞ്ചിനീയർമാർ, യുവ എഞ്ചിനീയർമാർ, അവർ ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്നില്ല. കൂട്ടുനിൽക്കാഞ്ഞതിൻ്റെ പേരിൽ ഈ കള്ളക്കടത്ത് മാഫിയ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവർ ജോലിക്ക് വന്ന സമയത്ത് ഇവരുടെ ക്വാർട്ടേഴ്സിൽ മയക്കുമരുന്ന് കൊണ്ട് വയ്ക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. പിന്നീട് അന്വേഷണത്തിൽ ഇവർ നിരപരാധികളാണെന്ന് കണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വിനോദയാത്രയ്ക്ക് പോകാനുള്ള കുറച്ച് സമയം കൊടുക്കുന്ന പോലെയാണ്. അവർക്ക് അടിസ്ഥാന ശമ്പളം കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും പ്രൊമോഷനോടുകൂടി അവരെ സർവീസിലെടുക്കുകയും, കാരണം സംഘടനാ സംവിധാനവും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, തെറ്റ് ചെയ്യുന്നവനെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ സംഘടനാ സംവിധാനം. ഗവൺമെൻറ് ജീവനക്കാരുടെയൊക്കെ സംഘടനാ സംവിധാനം അതാണല്ലോ. അങ്ങനെ എടുത്ത ആളുകളാണ് ഈ അതിഥി തൊഴിലാളികളെ വീണ്ടും ആക്രമിക്കുകയും അവരുടെ പൈസയും മൊബൈലും എല്ലാം പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു, പോലീസ് എന്ന വ്യാജേന. ഇത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ എഞ്ചിനീയർമാർ, നമുക്കറിയാം ഒരാൾ എൻജിനീയറിങ് പഠിക്കണമെങ്കിൽ എത്ര പേപ്പർ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് 4 കൊല്ലത്തെ എൻജിനീയറിങ്ങും കഴിഞ്ഞ് ഇറങ്ങുന്നത്. അവർ ഒരു ജോലി കിട്ടാൻ, എയർപോർട്ടിലൊക്കെ ഒരു ജോലി കിട്ടാൻ അവർ എന്തുമാത്രം കഷ്ടങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ചു. ഈ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ വന്ന് ടെസ്റ്റൊക്കെ എഴുതി ആ യോഗ്യതയിലെത്തി ജോലിയിൽ കയറി ഒരു തെറ്റും ചെയ്യാതെ അവരെ മയക്കുമരുന്ന് കേസിൽ പ്രതികളാക്കി ജയിലിലടച്ചു. അവരനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ, അവർ സമൂഹത്തിൽ അവരുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ മുമ്പിൽ അനുഭവിച്ച വേദന, അവരുടെ മാതാപിതാക്കൾ അനുഭവിച്ച വേദന, സങ്കടം, ഇതൊന്നും ഇവിടുത്തെ നിയമ സംവിധാനത്തിനോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഒരു പ്രശ്നമല്ല. ഒരു തെറ്റും ചെയ്യാത്ത അവരെ ജയിലിലടച്ചു. പിന്നീട് അവർ സർവീസിലെടുത്തു എന്ന് പറഞ്ഞാലും അത്രയും ദിവസം അവരനുഭവിച്ച വേദനയും സങ്കടവും എന്തായിരിക്കും? ഈ ഉദ്യോഗസ്ഥന്മാർക്കോ അവർ വീണ്ടും സർവീസിൽ കയറി. അവരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മാറ്റാനുള്ളൊരു കാരണം മയക്കുമരുന്ന് മാഫിയ അവർ വിമാനത്തിൽ കൊണ്ടുവരുന്ന സാധനം പുറത്തെത്തിക്കാൻ ഈ മാഫിയയുടെ ചില കസ്റ്റഡിയിലുള്ള ചില ആളുകൾ ജോലിക്കുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ അതിനെ തടസ്സം നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട്
ദയവ് ചെയ്ത് ഇവിടുത്തെ വിജിലൻസും അതുപോലുള്ള ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇവർക്ക് ഇതുവരെയുള്ള വരുമാനങ്ങളെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർ എത്ര പേര്, അതിഥിത്തൊഴിലാളികളാണേലും അല്ലാത്തവരാണേലും എത്ര പേരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എത്ര പേരുടെ പണം കവർന്നിട്ടുണ്ട്. അവസാനം പിടിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പിടിക്കപ്പെടാതെ ഒരു 100 കണക്കിന് കേസ് ഇവർക്കുണ്ടാവും. അതുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ അല്ല വിജിലൻസ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, ഇവരുടെ സ്വത്ത് വിവരങ്ങൾ, ഇവരുടെ കുടുംബാംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ ഇതൊക്കെ തിരഞ്ഞു പിടിക്കുകയും അത് കണ്ടുകെട്ടാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇവരെ ഇനി ഒരിക്കലും സർവീസിൽ എടുക്കാൻ ഇടയാകാത്ത രീതിയിൽ കൊണ്ടുവരണം. പക്ഷെ അതൊന്നും നടക്കില്ല. കാരണം നമ്മുടെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ട്രേഡ് യൂണിയനുകൾ അതിൻ്റെ മേളിലിരിക്കുന്നവർക്കൊക്കെ പൈസ കൊടുത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് പോകുന്നത്. ഒരു യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥനെയും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കില്ല. കഴിവതും എങ്ങനെ രക്ഷപ്പെടുക എന്ന് ചിന്തിക്കുക മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നടപടികളും നിയമ സംവിധാനങ്ങളും എടുത്തെങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഇവർ കട്ടോട്ടെ. പക്ഷേ നിരപരാധികളെ എന്തിനാണ് ക്രൂശിക്കുന്നത്? അപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഇതിനോട് യോജിക്കുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പല ആളുകളിൽ ഈ വിഷയം എത്തിക്കഴിയുമ്പം ഇതിനൊരു തീരുമാനത്തിന് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കയ്യാൽ ഒരു പിന്തുണ കൊടുക്കാൻ കഴിയും.